ജോൺ റോബ് സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളുടെയൊക്കെ നടുവിലാണ് നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ കൂടുതലായി നമ്മൾ കുടുംബമായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും പരസ്പരം പ്രാർത്ഥനയിൽ താങ്ങേണ്ടത്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കരത്തിൽ വഹിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും അറിയാറില്ല എന്താണ് പല ഭവനങ്ങളിലും പലരും കടന്നു പോകുന്ന അവസ്ഥ എന്താണ്, ബുദ്ധിമുട്ട് എന്താണെന്ന് പലപ്പോഴും അറിയാറില്ല. വളരെ വൈകിയായിരിക്കാം നമ്മളൊക്കെ അറിയുന്നത്. തീർച്ചയായിട്ടും പരസ്പരം നമുക്ക് പ്രാർത്ഥനയിലും അതുപോലെ തന്നെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് നമുക്ക് വരുന്ന നാളുകളിൽ നമുക്ക് സഭയായിട്ട് ആ ഒരു കൂട്ടായ്മ ബന്ധം കൂടുതലായി ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മമ്മിയുടെയും കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്താണ്. കഴിഞ്ഞ ആഴ്ച ചെക്കപ്പിന് പോയി 1 മാസത്തോളം തുടർന്നും അങ്ങനെ തന്നെ നിലത്ത് കുത്താതെ കിടക്കയിൽ തന്നെ അയക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. തുടർന്നും മമ്മിയെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനായിട്ട് നന്ദി. തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കുക. ഇപ്പോൾ ഒരാഴ്ച ഓർപ്പിച്ച കലീശ്വരിലെ അമ്മച്ചിയുടെ ഫ്യൂണറൽ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ മണ്ടയിൽ ഫ്യൂണറൽ അനുഗ്രഹത്തോടു കൂടെ നടക്കുവാൻ ദൈവം സഹായിച്ചു. ആ വിഷയവും നിങ്ങൾ സഭയായിട്ട് പ്രാർത്ഥനയിൽ ഓർത്തതിനുള്ള ഞങ്ങളുടെ നന്ദി നിങ്ങളെ അറിയിക്കുന്നു. കടന്നു വന്ന ഒരാഴ്ചയോട് പ്രത്യേകം നന്ദി പറയുന്നു. ശേഷിക്കുന്ന അല്പസമയം നമുക്ക് വചനത്തിന് മുമ്പാകെ അയക്കുവാൻ നമ്മൾ പോകുന്നു. അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഉൽപ്പത്തി 8-ന്റെ 6 മുതൽ 9 വരെ. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. അത് പുറപ്പെട്ട ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയി വന്നുകൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുപോയെന്ന് അറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തന്റെ അടുത്തിൽ നിന്ന് പുറത്തുവിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാൽവെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിന്റെ തുടങ്ങി വന്നു. അവൻ കൈനീട്ടി എന്നെ പിടിച്ചു തന്റെ അടുക്കൽ പെട്ടകത്തിൽ ആക്കി. നമ്മൾ ഇവിടെ കാണുന്നത് നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണിത്. നോഹയും ജലപ്രളയവും ഒക്കെ വളരെ പരിചയമാണ്, കൊച്ചു നാൾ മുതൽ പഠിക്കുന്നതാണ്. നമ്മളിപ്പം കണ്ടത് നോഹ 2 പക്ഷികളെ താൻ ഉണ്ടാക്കിയ പെട്ടകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഉണ്ടാക്കിയ പെട്ടകത്തിന് പുറത്തേക്ക് വിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2 പക്ഷികൾ. അവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു മലങ്കാക്കയെ പുറത്തേക്ക് വിടുന്നു. ഇത് നമുക്കറിയാം, ഇത് നടക്കുമ്പോൾ ഈ മലങ്കാക്ക പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ കാലക്രമം നോക്കിക്കഴിഞ്ഞാൽ വെള്ളം മഴ ആരംഭിച്ചിട്ട് ഏതാണ്ട് 263 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മലങ്കാക്കെ പെട്ടകത്തിന് പുറത്തേക്ക് വിടുന്നത്. എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ നമുക്ക് വചനം തന്നെ നോക്കിയാൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കാരണം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലാണ് മഴ ആരംഭിക്കുന്നത്. അവിടെ ആരംഭിച്ച കാലമൊക്കെ പറയുന്നുണ്ട്. അവിടെ അത് നോക്കിയിട്ട് നമ്മൾ പിന്നീട് ഈ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സംഭവം നടക്കുന്നത് 263-64 ദിവസമൊക്കെ കഴിയുമ്പോഴാണ്. അപ്പം ഇത്രയും നാള് ഈ പെട്ടകത്തിന്റെ അകത്ത് ധാരാളം നമുക്കറിയാം മൃഗങ്ങൾ എങ്ങനെയാണ് തരംതിരിച്ച് അവിടെ കയറിയത്. അതിന് പുറമെ മനുഷ്യരും വളരെ വിരലെണ്ണാവുന്ന മനുഷ്യർ. അതായത് ലോകം നമ്മൾ നോക്കുമ്പോൾ 2ആയിട്ട് വിഭജിക്കപ്പെട്ട നിലയിലാണ്. കുറച്ച് മൃഗങ്ങളും മനുഷ്യരും, പുറത്ത് പെട്ടകത്തിനകത്ത് ഈ പറഞ്ഞ ആൾക്കാരും, പെട്ടകത്തിന് പുറത്ത് മറ്റൊരു ലോകം. അതായത് സകലതും മരിച്ച് അല്ലെങ്കിൽ ചത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ലോകം. 263 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ, സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. നമുക്കറിയാം മനുഷ്യർ, നമ്മളൊന്നും ചിലപ്പോൾ അങ്ങനെയുള്ള മൃതദേഹങ്ങളൊന്നും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. വെള്ളത്തിൽ 3-4 ദിവസമൊക്കെ കഴിഞ്ഞാൽ വളരെ വികൃതമാകും. ജീർണത ബാധിച്ച് വളരെ വികൃതമായ രൂപത്തിലാണ് ജഡം ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് 1-2 ദിവസമല്ല, 260-ലേറെ ദിവസം പഴക്കമുള്ള മനുഷ്യ ശരീരങ്ങളാണ് ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഈ മഴ ആരംഭിക്കുന്ന ഞാൻ പറഞ്ഞ 7-ന്റെ 11-ൽ മഴ ആരംഭിക്കുകയാണ്. അതിൻ്റെ ക്രമമൊക്കെ പറയുന്നുണ്ട്. 12-ാം വാക്യത്തിൽ പറയുന്നു 40 ദിവസം മഴ പെയ്യും. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും
നമ്മൾ സങ്കല്പത്തിനൊക്കെ വളരെ അതീതമാണ്. പിന്നീട് വെള്ളം പൊങ്ങുന്നു. നമ്മൾ കേട്ടിട്ടുള്ള 2 ദിവസം 3 ദിവസമൊക്കെ വെള്ളം പൊങ്ങിയെന്ന് പറയുന്നതിന് നമുക്ക് നമ്മുടെ കേരളം 2018 വെള്ളം പൊങ്ങിയപ്പോൾ ഉണ്ടായ അവസ്ഥ ഇന്നും സർക്കാരിനെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ആയുധമാണ്. ഇത് ഇവിടെ പറയുന്നത് 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ 23-24-ാം വാക്യത്തിൽ പറയുന്നത് 150 ദിവസം വെള്ളം പൊങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, ഒരു മനുഷ്യൻ പോലും അവശേഷിക്കാത്ത, അല്ലെങ്കിൽ ഒന്നും, ഒരു മൃഗമായാലും മനുഷ്യനായാലും പെട്ടകത്തിന് പുറത്ത് ജീവൻ ഇല്ലാത്ത അവസ്ഥയിൽ സകലതും നശിച്ച് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അവസ്ഥ. ഇത് ചിലർ പറയുന്നുണ്ട് ഇത് സകല ലോകമൊന്നുമല്ല, ഈ നോഹ താമസിച്ച ഒരു സ്ഥലം, പ്രത്യേകമായ സ്ഥലം മാത്രമായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനല്ല. ബൈബിളിൽ അതും പറയുന്നുണ്ട്. 7:19 പറയുന്നുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല പർവ്വതങ്ങളും മുങ്ങിപ്പോയി. ആകാശത്തിന് കീഴിൽ, ഒരു പ്രദേശമല്ല, ഏതെങ്കിലും ഒരു സിറ്റിയോ അല്ലെങ്കിൽ ഒരു രാജ്യം, അങ്ങനൊന്നുമല്ല, സകല ലോകവും മുങ്ങത്തക്കവണ്ണമുള്ള ജലപ്രളയം. അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു പ്രത്യേക ദേശത്ത് ഒരു 10 പേര് മരിച്ചു പൊങ്ങിയെന്നല്ല, ലോകത്തുള്ള മനുഷ്യരും മുഴുവൻ മരിച്ച് ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ച് പൊങ്ങി അല്ലെങ്കിൽ ജീർണിച്ച ഒരു അവസ്ഥ. അതാണ് ഈ പെട്ടകത്തിന് പുറത്തുള്ള അവസ്ഥ. നമ്മളിവിടെ കണ്ടത് നോഹ ആദ്യം നമ്മൾ കാണുന്ന ഒരു മലങ്കാക്കെ പുറത്തേക്ക് വിടുകയാണ്. എന്തിനായിരിക്കാം? അടുത്ത വാക്യത്തിൽ 8-9 വാക്യത്തിൽ കാണുന്നുണ്ട്, പ്രാവിനെ വിടുമ്പോൾ വെള്ളം മാറിയോ എന്നറിയാൻ വേണ്ടി. അവിടെയും പറയുന്നുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് സർവഭൂമിയിലും എന്നവിടെ പറയുന്നുണ്ട്. അതായത് ഇതൊരു പ്രത്യേക ദേശമല്ല, ലോകം മുഴുവൻ ഉണ്ടായ ഒരു ന്യായവിധി, ഒരു ജലപ്രളയം. അവിടെ ഈ നോഹ പുറത്തേക്ക് വിടുകയാണ്. എന്തിനാണ്? പ്രാവിനെ വിട്ടപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ ആ വാക്യം ഒന്നുകൂടി വായിക്കുമ്പോൾ 8:9, പ്രാവിനെ പുറത്തേക്ക് വിടുമ്പോൾ അല്ല, അതിന് തൊട്ട് മേളങ്ങൾ ഭൂമിയിൽ വെള്ളം കുറഞ്ഞോ എന്ന് നോക്കാൻ പ്രാവിനെ വിടും. അപ്പം അതേ പർപ്പസ് ആണ് ഈ മലങ്കാക്കെ വിടുമ്പോൾ, ഭൂമിയിൽ വെള്ളം കുറഞ്ഞോ എന്ന് നോക്കുവാൻ വേണ്ടി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇത് വായിച്ചപ്പോൾ അന്ന് ആ മലങ്കാക്കെ വിട്ടു എന്തിനു വേണ്ടിയാണ്? വെള്ളം കുറഞ്ഞോ. ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യയൊക്കെയുള്ള കാലത്ത് എന്താണ് ഈ കാക്കയ്ക്ക് വിടുന്നതിന് പകരം എന്തായിരിക്കാം പുറത്തേക്ക് വിടുന്നത്? ഒരു ഡ്രോണോ അങ്ങനെയൊക്കെ ആയിരിക്കാം. കാരണം വളരെ അനായാസമായിട്ട് ഇന്ന് അറിയാൻ പറ്റും. എന്നാൽ ഇവിടെ നോക്കുന്നത് മലങ്കാക്ക. ആദ്യമായിട്ട് ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഒരു പക്ഷിയാണ് മലങ്കാക്ക. അത് തന്നെ വളരെ ആശ്ചര്യമുണ്ടാകും. കാരണം ഇത് ഈ പക്ഷിയെക്കുറിച്ച് നമുക്കറിയാം, ഇത് ദൈവത്തിന്റെ കൽപ്പന. ഇതൊരു അശുദ്ധ ഒരു പക്ഷിയാണ്. സംഖ്യ 11:15 അവിടെ കുറെ പക്ഷികളെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അശുദ്ധമായിട്ടുള്ള ചില പക്ഷികൾ, നല്ലതുമുണ്ട്, ശുദ്ധമുള്ളതും അശുദ്ധം. ആ അശുദ്ധ ഗണത്തിൽ വരുന്ന ഒന്നാണ് ഈ മലങ്കാക്ക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ റെയ്വൻ എന്ന് പറയുന്നത്. കാക്ക എന്ന് നമ്മൾ പറയും, പക്ഷെ ഇവിടെ പറയുന്നത് മലങ്കാക്ക. അല്പം വ്യത്യസ്തമാണ്. നമ്മൾ കണ്ടിട്ടുള്ള കാക്ക നമ്മുടെ മുറ്റത്തൊക്കെ ഇരിക്കുന്നത്, അതും ഈ റെയ്വനും തമ്മിൽ, ക്രോയും റെയ്വനും അല്പം ഡിഫറൻസ് ഉണ്ട്. രണ്ടും ഒരേ സ്പീഷ്യസ്, ഒരേ കുടുംബമാണെങ്കിലും ഇതിന്, ഈ മലങ്കാക്കയ്ക്ക് എന്താണ്, കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ്. അതിൻ്റെ ബീക്ക്, ഈ ചുണ്ട് കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു പക്ഷിയാണ് ഈ മലങ്കാക്ക. ഈ ചുണ്ട് കുറച്ചുകൂടി വലുതായിരിക്കും എന്നതുകൊണ്ടായിരിക്കാം നമ്മൾ കാണുന്ന വലിയൊരു അത്ഭുതം. എന്താണ്? ഏലിയാവിനെ അപ്പവും ഇറച്ചിയും കൊടുത്തു വിടാനും ഇതേ റെയ്വൻ, ഇതേ മലങ്കാക്ക, കാക്കയാണ്. അവിടെ കാക്ക എന്നാണ് പറഞ്ഞേക്കുന്നത്, ഇംഗ്ലീഷ് റെയ്വൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇതേ മലങ്കാക്കയാണ് ഇത് പുറത്തേക്ക് അന്ന് ഇറച്ചിയും അപ്പമൊക്കെ കൊടുത്തത്. ഈ മലങ്കാക്കയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇതൊരു ഫ്ലഷ് ഈറ്റിംഗ് ബേർഡാണ്. അതായത് ശവം തീനി ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. ശവം തിന്നുന്ന, അല്ലെങ്കിൽ ചത്തതിനെ തിന്നുന്ന ഒരു പക്ഷിയാണ് ഈ മലങ്കാക്ക, ഈ റെയ്വൻ. അപ്പൊ അത് മറ്റൊരു അത്ഭുതമാണ്. ഈ ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊടുത്തു വിട്ടത് ഇതേ പക്ഷിയാണ് ദൈവം ഉപയോഗിച്ചത്. അത് എത്രയോ അത്ഭുതമാണ്. അവിടെ നമ്മൾ കാണുന്നു 1 രാജാക്കന്മാർ 17:4-6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒരു റെയ്വൻ അല്ല, ഒന്നിനെയല്ല, റെയ്വൻസ് എന്നാണ്, പല കാക്കകളാണ് വന്നിട്ട് ഏലിയാവിന് ഇത് സപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പക്ഷിയാണ് നോഹ പുറത്തേക്ക് വിടുന്നത്. അതായത് ശവം തീനിയായിട്ടുള്ള ഒരു പക്ഷി. 2 പക്ഷികളെ നമ്മൾ കാണുന്നു 8-ാം വാക്യത്തിൽ. അതായത്
നമ്മൾ വായിച്ച ഉൽപ്പത്തി 8:8 അവിടെ കാണുന്ന പ്രാവിനെ, അവിടെ ആ പ്രാവിൻ്റെ സ്വഭാവവും അവിടെ പറയുന്നുണ്ട്. അതിന് കാല് നിലത്ത് കുത്താൻ കഴിയാത്തത് കൊണ്ട് എന്ത് പറ്റി? അത് തിരിച്ചു പോകും. ഇവിടെ മലങ്കാക്കയെ കുറിച്ച് പറയുന്ന അങ്ങനെയല്ല, അതിനെ പുറത്ത് വിട്ടു, അത് വന്നും പോയി വരുന്നു. അതായത് അവിടെ പറയുന്നില്ല ഇത് തിരിച്ച് പെട്ടകത്തിലേക്ക് വന്നെന്നൊന്നും പറയുന്നില്ല. അതായത് നോഹ പിടിച്ച് അകത്തേക്ക് ഇട്ടു അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ പ്രാവിനെ കുറിച്ച് അത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരു അശുദ്ധമായൊരു പക്ഷി ഇവിടെ പുറത്തേക്ക് പോവുകയാണ്. എന്താണ് ഈ പക്ഷി പുറത്തേക്ക് പോകുമ്പോൾ കാണുന്നത്? അതിന് കണ്ണിന് വളരെ നയന മനോഹരമായ കാഴ്ചകളുണ്ട്. കാരണം മുഴുവൻ ശവങ്ങളാണ്, വേറെ ഒന്നും കാണാനില്ല. ലക്ഷോപലക്ഷം ശവങ്ങൾ പൊങ്ങിക്കിടക്കുകയാണ്. വളരെ വികൃതമായ ഒരു കാഴ്ചയാണ് നമ്മുടെ ഇതിൽ. വളരെ ജീർണത ബാധിച്ച ശവങ്ങൾ പൊങ്ങിക്കിടക്കുന്നത്. പക്ഷെ ഈ പക്ഷിക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഇത് തിരിച്ച് ഈ പെട്ടകത്തിലേക്ക് വരുന്നില്ല. ഇതിനെ കാണാത്തതുകൊണ്ടാണ് പിന്നീട് ഈ പ്രാവിനെ വിടേണ്ട വരുന്നത്. അപ്പോൾ ഇത് ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് വളരെ, അതിന് കാരണം കാല് കുത്താം, എവിടെയും കുത്താം, ശവത്തിന്റെ പുറത്ത് കുത്താം, എവിടെ വേണമെങ്കിലും അതിന് കാല് കുത്താൻ സ്ഥലം ധാരാളമാണ്. ഈ പക്ഷി നമ്മൾ കാണുന്നത്, ഈ പക്ഷി പുറത്തേക്ക് പോകുന്നു. ഈ ശവം തീനിയായ പക്ഷി സ്വാഭാവികമായിട്ട് അതിന് ഫീഡ് ചെയ്യാൻ, ഫീസ്റ്റ് ചെയ്യാൻ ധാരാളം കാര്യങ്ങളാണ് അതിൻ്റെ മുമ്പിലുള്ളത്. ഒരു തിരിച്ചു വരേണ്ട ഈ പെട്ടകത്തിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. 260 ദിവസം ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് പറന്ന് നടക്കേണ്ട ഈ പക്ഷി അതിനകത്ത് കിടക്കുകയായിരുന്നു. പുറത്തേക്ക് എത്ര മനോഹരമായ, അതിന് വയറ് നിറയെ കഴിക്കാനും എൻജോയ് ചെയ്യാനുമുള്ള എല്ലാം പുറത്ത് അതിന് അവൈലബിൾ ആണ്. എന്നാൽ ഉൽപ്പത്തി 8:9 നമ്മൾ കാണുന്നു, ഒരു പ്രാവിനെ കാണുന്നു. അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതിൻ്റെ സ്വഭാവം അതിന് ഇങ്ങനെയുള്ള ശവത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന ജീർണതയുടെ പുറത്തോ എൻജോയ് ചെയ്യുവാനോ കഴിക്കുവാനോ അത് ആസ്വദിക്കുവാനോ കഴിയാത്തത് കൊണ്ട് എന്താണ് കാണുന്നത്? അത് തിരിച്ച് പെട്ടകത്തിലേക്ക് പറന്ന് പോവുകയാണ്. നോഹയുടെ അടുത്തേക്ക് പോകും നമ്മൾ കാണുന്ന. നോഹ തിരിച്ച് അതിനെ പെട്ടകത്തിൻ്റെ അകത്തേക്ക് കൈപിടിച്ച് അതിനെ അകത്തേക്കാക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്നത്തെ ലോകത്ത് എന്നെ ചിന്തിപ്പിച്ച ഒരു വസ്തുതയാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ചിത്രമാണ്. ഞാനും നിങ്ങളും ഈ പക്ഷികളെ പോലെ ദൈവം നമ്മളെ ഈ ലോകത്ത് ആക്കിയിരിക്കുകയാണ്. ഈ ലോകം, ഈ പെട്ടകത്തിന് പുറത്ത് കാണുന്ന ലോകം, ഞാനും നിങ്ങളും കാണുന്നത് ഇതുപോലുള്ള ജീർണതയാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ, നമുക്ക് ദൈവമക്കൾക്ക് ഈ പ്രാവിനെ പോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. അവിടെ പൊങ്ങിക്കിടക്കുന്നത് ജീർണതയാണ്. നമുക്കറിയാം ഇന്നത്തെ ലോകത്തുള്ള ജീർണത 10 വർഷം മുമ്പാണ് നമ്മൾ ഇതുപോലെ സംസാരിക്കുന്നെങ്കിൽ അന്ന് പറയുന്നതിനെക്കാട്ടും വളരെ 10 മടങ്ങാണ് ഇന്നത്തെ കാലത്തിന്റെ. ഞാൻ പറയേണ്ട കാര്യമില്ല, എണ്ണമിട്ട് പറയേണ്ടി ഒന്നുമില്ല. നമ്മുടെ മനസ്സിലേക്ക് അനേക കാര്യങ്ങൾ ഓടി വരുന്നുണ്ട്. എന്തിനു പറയുന്നു? ഒരു 5-6 വർഷം അല്ല, ഒരു 10 വർഷം മുമ്പ് നമ്മൾ മൂക്കത്ത് വിരൽ വെക്കുന്ന അല്ലെങ്കിൽ കേട്ടാൽ ചെവി പൊത്തുന്ന പല വാർത്തകൾ, പല കാര്യങ്ങൾ ഇന്ന് അതൊക്കെ സാധാരണവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇറ്റ്സ് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആരാണ് നോർമലൈസ് ചെയ്യുന്നത്? കോടതികളാണ് അല്ലെങ്കിൽ ഗവൺമെന്റാണ്. ഇതിനെല്ലാം നിയമ സാധ്യത കൊടുത്തുകൊണ്ട് ഇതിനെല്ലാം അതായത് ഇതെല്ലാം ഒരു പ്രശ്നവുമില്ല. അതായത് ഇതിനെതിരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ സമ്പ്രദായങ്ങൾക്കെതിരെ പറഞ്ഞാൽ അവർ ജയിലിനകത്താകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബ ബന്ധങ്ങളെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പോലും വെല്ലുവിളിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ രാജ്യം. ഒരു കാലത്ത് നമുക്ക് ചിന്തിക്കാം, എല്ലാം നമ്മളൊക്കെ അമേരിക്കയും യൂറോപ്പിലെയും ഒക്കെ കുറ്റം പറയുകയും നമ്മൾ വിരൽ ചൂണ്ടുകയൊക്കെ ചെയ്ത കാലത്ത് ഇന്ന് നമ്മൾ നോക്കുക, അങ്ങനെ ഉണ്ടായിരുന്ന നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത് നമുക്കറിയാം. എന്തിനു പറയുന്നു? നമ്മളൊക്കെ ജോലി ചെയ്യുന്ന കമ്പനികൾ വളരെ സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ കോർപ്പറേറ്റ് പോളിസീസ്. അതായത് ചില കമ്മ്യൂണിറ്റി, നമുക്കറിയാം LGBT, അതൊക്കെ അറിയാം. ഇവർക്കെതിരെയൊക്കെ നമുക്ക് ജോലി നഷ്ടപ്പെടാൻ, പ്രത്യേകിച്ച് ജോലിയിൽ എന്തെങ്കിലും വീഴ്ച വേണമെന്നൊന്നുമില്ല. ഈ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. നമുക്ക് ഇവരൊക്കെ നടക്കുന്നതാകുമ്പോൾ ഉള്ളിൽ ചിരി വരും. കാരണം പെൺകുട്ടികളെ പോലെ ബാഗൊക്കെ തൂക്കി അതേ രീതിയിൽ നമുക്ക് ഉള്ളിൽ ചിരി വരുമെങ്കിൽ ചിരി പുറത്ത് കാണിക്കാൻ പറ്റില്ല.
അല്ലെങ്കിൽ ഇത് ആരോടെങ്കിലും ഷെയർ ചെയ്താൽ അത് ഡോക്യുമെന്റഡ് ആണെങ്കിൽ അത് നമ്മുടെ ജോലി നഷ്ടപ്പെടാൻ വളരെ സിമ്പിളാണ്. HR വിളിക്കുന്നു ഒക്കെ അങ്ങനെ പോയ അനേകരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്താണ് അവർക്ക് നിയമപരിരക്ഷയും ഇതിനെ ചോദ്യം ചെയ്യുകയോ അതിനെ നോക്കുകയോ അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ള ജീർണത പൊങ്ങിക്കിടക്കുന്ന ഈ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്തിലാണ് നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നത്. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം വേറിട്ടിട്ട് വളരെ സുരക്ഷിതമായ ഒരു പ്രയാസവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു പാപവുമില്ലാത്ത വളരെ പരിപാവനമായ ഒരു പ്രതലത്തിലല്ല ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ നടുവിലാണ്. ഇതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഇതിനെ പോലെ മലങ്കാക്കെ പോലെ ഈ ശവം തിന്നാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന കാക്കകളാണ് നമുക്ക് ചുറ്റും പറക്കുന്നത്. എന്നാൽ ദൈവം പ്രാവിനെ പോലെ പുറത്തേക്ക് നമ്മളെ വിട്ടിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ജീർണതയുടെ മുകളിൽ കാല് ചവിട്ടി നിൽക്കുവാനോ അല്ലെങ്കിൽ അത് ആസ്വദിക്കുവാനും അല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പർപ്പസ് എന്താണ്? ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് മലങ്കാക്കെ വിട്ടു ഒരു പർപ്പസിനാണ് വിട്ടത്. വെള്ളം കുറഞ്ഞൊന്നും ഒന്നും അറിയാനില്ല. പക്ഷേ പിന്നീട് പ്രാവിനെ വിടുന്നു. അത് കറക്റ്റ് പർപ്പസ് സെർവ് ചെയ്താണ് മടങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തൻ്റെ വിശുദ്ധി താൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിശുദ്ധി ഈ അശുദ്ധമായ പാപം നിറഞ്ഞ ഈ ലോകത്ത് അത് കാത്തുകൊണ്ട് ജീവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്ത രണ്ട് വ്യക്തികളെ നമ്മുടെ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് വേഗത്തിൽ, വളരെ കുറച്ച് സമയമുള്ളൂ, നമുക്ക് വേഗത്തിൽ രണ്ട് വ്യക്തികൾ. ഒന്ന് മോശ. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. എബ്രായർ 11:25-26 വാക്യങ്ങൾ. എബ്രായർ 11, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 25-26 വായിക്കാം. അവിടെ ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ 24 കാണുന്നത്. മോശ ഒരു കാര്യം തിരഞ്ഞെടുക്കണം. അതിന് ശേഷം വായിച്ചു 25-26. പാപത്തിന്റെ തൽക്കാല പാപത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുക്കും. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടാവുന്നത് വിശ്വസിക്കുകയും ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനം എന്നുകയും ചെയ്തു. ഇവിടെ നോക്കുക, മോശ ഇതുപോലെ ഒരു ലോകത്ത് മോശ ഇവിടെ നമ്മൾ കാണുന്നു. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കാണുന്നു. അതിന് ശേഷം നമ്മൾ കാണും താൻ നിരസിക്കുകയാണ്. എന്താണ് നിരസിക്കുന്നത്? ഫറവോന്റെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നു മിസ്രൈമിലെ നിക്ഷേപം, അത് നിരസിക്കുകയാണ്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു രാജാവിന്റെ മകളുടെ മകൻ. രണ്ട്, നിക്ഷേപങ്ങൾ, അതായത് ഫോർച്യൂൺ, ഫെയിം, അല്ലെങ്കിൽ പദവി, പ്രശസ്തി, പണം, എല്ലാം. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലോകത്ത് ആളുകൾ പരക്കം പായുന്നത്. ഇതിന്റെ പിറകെ ഓടുകയാണ്. എന്നാൽ ഇവിടെ മോശയുടെ പിറകെ ഇത് തൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്നാൽ അതെല്ലാം താൻ നിരസിക്കുകയാണ്. ഇവിടെ മോശ നിരസിക്കുമ്പോൾ ഈ മോശ പിന്നീട് നമ്മൾ കാണുന്നു പുറപ്പാട് 2:21. ഒന്ന് വായിക്കാമോ? പുറപ്പാട് 2:21. ഇതൊക്കെ നിരസിച്ച ഒരു മോശ താൻ പിന്നീട് ഹിത്രോന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഒരു ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കാമോ? അത് മലയാളത്തിൽ അങ്ങനെ. ഇംഗ്ലീഷിൽ ആരെങ്കിലും ഉണ്ടോ? KJV വേർഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? was willing to, അത് KJV അല്ല. ഓക്കെ, ഞാൻ പറയാം. ചില ഭാഷാന്തരങ്ങളിൽ മലയാളത്തിൽ സമ്മതമായിരുന്നു, ഇംഗ്ലീഷിൽ ചിലടത്ത് he was happy to stay with ഇത്രോ, തൻ്റെ കൂടെ താമസിക്കുവാൻ സന്തോഷമായിരുന്നു. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്ക് KJV-യിലുണ്ട്. Moses was content. എന്താണെന്നറിയാം? ആർക്കെങ്കിലും ഉണ്ടോ ആ വാക്ക്? KJV ആർക്കില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹാപ്പി എന്ന വാക്കിന് KJV-യിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടന്റ്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തൃപ്തി അല്ല, സംതൃപ്തി.
തൃപ്തിയുടെയും മുകളിലത്തെ രൂപമാണ് കണ്ടന്റ്. അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൃപ്തനാണ്, അതിൽ തൃപ്തനാണ്. ഒരു പകുതി മനസ്സോടല്ല, പൂർണ്ണ തൃപ്തിയോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥ. ഈ വാസ് കണ്ടന്റ്. ആര്? മോശ. എപ്പോൾ? ഹിത്രോവിന്റെ വീട്ടിൽ. എപ്പോഴാണ്? ഈ കൊട്ടാരം വിട്ട് മകളുടെ, ഈ ഫറവോന്റെ രാജാവിന്റെ മകളുടെ മകൻ എന്ന പദവി വിട്ടിട്ട്, നിക്ഷേപങ്ങൾ വിട്ടിട്ട് എങ്ങോട്ട് വന്നു? മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ എവിടെ വന്നു? ഹിത്രോവിന്റെ വീട്ടിൽ വന്നപ്പോൾ തന്നോട് കൂടെ താമസിക്കാമോ എന്ന് ചോദിക്കുന്നു മോശയോട്. അവിടെ പറയുന്നു he was content. അവൻ തൃപ്തനായിരുന്നു. അവന് എവിടെ തൃപ്തനല്ലായിരുന്നു? കൊട്ടാരത്തിൽ തൃപ്തനല്ലായിരുന്നു, നിക്ഷേപത്തിൽ തൃപ്തനല്ലായിരുന്നു, പദവി, പ്രശസ്തി. അവൻ എന്തായി തീരുമായിരുന്നു? നമുക്കറിയാം, ഫറവോന്റെ മകളുടെ മകൻ എന്താകാമായിരുന്നു? എന്തുമാകാമായിരുന്നു. അവൻ ഫറവോൻ പോലും ആകാമായിരുന്നു, അല്ല ഒരു വലിയ ഉദ്യോഗസ്ഥനാകാമായിരുന്നു, വലിയ പദവിയിലെത്താവുന്ന ഒരു വ്യക്തി. എന്നാൽ ഇവിടെ കാണുന്നു, അതെല്ലാം വിട്ടിട്ട് മരുഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ തൃപ്തി കണ്ടെത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവിക പദ്ധതി, തിരഞ്ഞെടുപ്പാണ്. അവൻ എന്തും തിരഞ്ഞെടുക്കാനുള്ള സാവകാശം ഈ ലോകത്തുണ്ടായിരുന്നു. ഈ ജീർണത നിറഞ്ഞ ലോകത്ത് അവന് എന്തും തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ അവൻ തിരഞ്ഞെടുക്കുന്ന ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം? ഈ മോശയെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്നു, സ്തേഫാനോസിന്റെ പ്രസംഗം നമുക്കറിയാം, വായിക്കണ്ട. അപ്പോസ്തല പ്രവൃത്തി 7:23. അവിടെ നമ്മൾ കാണുന്നു, മോശയ്ക്ക് എത്ര വയസ്സായിരുന്നു ഈ കൊട്ടാരം വിട്ടപ്പോൾ? 40 വയസ്സ്. 7:30 അവിടെ നമ്മൾ കാണുന്നത് 80 വയസ്സിൽ മിദ്യാൻ മരുഭൂമിയിൽ താമസിച്ചത് 80-ാം വയസ്സ് വരെ താമസിക്കുന്നു. 40 വർഷം. ഈ 40 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവം മരുഭൂമി മുൾപ്പടർപ്പിന്റെ നടുവിൽ അവനോട് ഇടപെടുകയാണ്. എപ്പോഴാണ്? 40 വർഷം കഴിഞ്ഞ്. കൊട്ടാരം വിട്ടിട്ട് 40 വർഷം. 40 വർഷം വരെ ദൈവം അവനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മോശെ, കൊട്ടാരം വിട്ട മോശെ, ഈ വലിയ പദവിയും പ്രശസ്തിയും വിട്ട മോശെ ദൈവം ഒട്ടനെ എടുത്ത് ഉപയോഗിക്കില്ല. 40 വർഷം ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ. പുറപ്പാട് 4:2 അവിടുന്ന് വായിക്കാമോ വേഗത്തിൽ? പുറപ്പാട് 4:2. യെസ്, അതെ. നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ആരോട് ചോദിക്കുന്നു? മോശയോട്. ആര് ചോദിക്കുന്നു? ദൈവം ചോദിക്കുകയാണ്. മോശ 40 വർഷം മരുഭൂമിയിൽ കഴിഞ്ഞ മോശ ദൈവം ചോദിക്കുകയാണ്, ഇപ്പം നിന്റെ കയ്യിൽ എന്താണുള്ളത്? 40 വർഷം കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്. 40 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ എന്തായിരിക്കും മോശയുടെ ഉള്ളത്? മരുഭൂമിയിൽ വെച്ചാണ് ദൈവം ചോദിക്കുന്നെങ്കിൽ 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചോളൂ. പുറപ്പാട് 2:19. മരുഭൂമിയിൽ വെച്ചാണ് ദൈവം ഇത് ചോദിക്കുന്നെങ്കിൽ മോശയ്ക്ക് എന്ത് പറയാനുണ്ട്? യെസ്, അവിടെ ഈ ഹിത്രോവിന്റെ പെമ്മക്കള് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആരാ ഞങ്ങളെ രക്ഷിച്ചത്? ഒരു മിസ്രൈമ്യൻ. അതായത് മോശ കൊട്ടാരം വിട്ടു വന്ന മോശ 19-ാം വാക്യത്തിലായപ്പോൾ പറയുന്ന എന്താണ്? ഈ പെൺകുട്ടികൾ പറയാണ്, ഒരു മിസ്രൈമ്യൻ ഞങ്ങളെ രക്ഷിച്ചു. അപ്പോൾ മിസ്രൈം അപ്പോഴും അവനിലുണ്ട്. എന്തായിരിക്കാം? അവന്റെ വേഷമായിരിക്കാം, അവന്റെ ഭാഷയായിരിക്കാം, അവന്റെ സംസാര രീതിയായിരിക്കാം, അതെല്ലാം ഇപ്പോഴും ഉണ്ട്. മിസ്രൈം അവനിലുണ്ട്. മനസ്സിലായോ? 40 വർഷം കഴിഞ്ഞപ്പോൾ അവനിൽ മിസ്രൈം ഇല്ല. എന്താ പിന്നുള്ളത്? ദൈവം ചോദിക്കുകയാണ് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ഇപ്പം നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? എന്താ ആന്റി മറുപടി പറഞ്ഞത്? 4:2. യെസ്, അവിടെ മോശ പറയാണ്, ഒരു വടി. എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഈ പദവിയോ പ്രശസ്തിയോ ഒന്നുമില്ല. ഇതേ ചോദ്യം 2:19 മുമ്പ് ചോദിക്കുവാണെങ്കിലും കൊട്ടാരത്തിൽ വെച്ചാണ് ദൈവം മോശയെ വിളിക്കാൻ തീരുമാനിച്ചെങ്കിലും, അല്ലെങ്കിൽ അന്ന് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ കയ്യിലുള്ളത്? ഇപ്പോൾ പറയാൻ 100 കാര്യങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ എന്തുണ്ട്? എനിക്ക് പദവിയുണ്ട്, ഞാൻ ആരാണെന്ന് അറിയാം, ഞാൻ പ്രശസ്തിയുണ്ട്, ഞാൻ എത്ര ഉന്നതനാണെന്ന് പറയാൻ ധാരാളം കാര്യങ്ങൾ മോശിച്ചുണ്ട്. പക്ഷെ അവിടെ വെച്ച് ചോദിച്ചില്ല ദൈവം, മരുഭൂമിയിൽ വെച്ച് ചോദിച്ചില്ല, മുൾപ്പടർപ്പിൽ കൊണ്ടുവന്ന 4:2 ആണ് ദൈവം ചോദിക്കുന്നത്. ചോദിക്കുമ്പോൾ ആകെ ഉള്ളത് ഒരു വടിയാണ്. ആ വടി, പ്രിയപ്പെട്ടവരെ, നമ്മൾ പിന്നീട് നമ്മൾ കാണുന്നത് മോശയുടെ വടി എന്നല്ല നമ്മളതിനെ കാണുന്നത്, ദൈവത്തിന്റെ വടി എന്ന് അവിടെ പറയുന്നത്. ഈ വടി എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്നത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. കടലിനെ 2ആയിട്ട് വിഭജിക്കുക, അത് ഉയർത്തുമ്പോൾ ജയം, വളരെ അത്ഭുതങ്ങളാണ്. ദൈവത്തിന്റെ വടിയായിട്ട് ഇതിനെ മാറും. പ്രിയപ്പെട്ടവരെ, ഫറവോന്റെ മകളുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിച്ച, നിക്ഷേപങ്ങൾ നിരസിച്ച മോശ
ദൈവം എടുത്ത് ഉപയോഗിച്ചത് നോക്കുക. ഒരു വലിയ തെരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ആയിരിക്കുന്നത് പലതിൻ്റെയും നടുവിലാണ്. ചില അതോറിറ്റി അല്ലെങ്കിൽ ചില അധികാരത്തിൻ്റെ കീഴിലാണ്. ഈ ലോകത്തിലെ അധികാരമല്ല, പാപം പലപ്പോഴും നമ്മളെ അമർത്തിയിരിക്കണം. നമ്മുടെ മേലുള്ള അതോറിറ്റി പാപം അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. ഈ കൊട്ടാരത്തിൽ നിന്ന് ഈ ഒരു ശീതളമയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പലപ്പോഴും കഴിയാതെ ഈ കൊട്ടാരത്തിൽ തളയ്ക്കപ്പെട്ട നിലയിൽ, ഈ കാര്യങ്ങളിൽ തളയ്ക്കപ്പെട്ട നിലയിൽ പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന നമ്മൾ ദൃഢമായ ഒരു തീരുമാനത്തോടു കൂടി മുന്നോട്ട് നീങ്ങാം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ മോശയെ പോലെ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആ കൊട്ടാരത്തിൽ കിടക്കുവാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ യഥാർത്ഥ പർപ്പസ് അറിഞ്ഞ് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഒരാളെ കുറിച്ച് 5 മിനിറ്റിൽ പറഞ്ഞ് നിർത്താം. അത് പൗലോസ്. ഫിലിപ്പിയർ 3:7 മാത്രം വായിച്ചോളൂ. ഫിലിപ്പിയർ 3:8. എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നാണ്. അതെ, ഇവിടെ നോക്കുക, ഇപ്പോഴും എല്ലാം ഛേദം എന്നുള്ളത് ആരാ പറയുന്നത് നമുക്കറിയാം. പൗലോസ് എന്താ പറഞ്ഞത്? അവിടെ പല കാര്യങ്ങളും പറയാനുള്ള സമയക്കുറവുകൊണ്ട് വിടും. എൻ്റെ കർത്താവിൻ്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. നോക്കുക, ഒരു വ്യക്തിപരമായ അനുഭവത്തിലേക്ക് വരുന്ന പൗലോസ് കർത്താവുമാണ്. എൻ്റെ കർത്താവിൻ്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്ന പൗലോസ് ഇവിടെ പറയാണ്, ഞാൻ എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഇവിടെ നോക്കുക, എന്താണ് എല്ലാം? അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ, 4-ാം വാക്യം വേഗത്തിൽ വായിച്ചോളൂ. 3:4. എന്താണ് അവന് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. വായിച്ചോളൂ. അതായത് ഈ സഭയിലുള്ള ആർക്കെങ്കിലും എന്നെക്കാട്ടും ശ്രേഷ്ഠനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണെന്ന് പൗലോസ് പറയുന്നു. പൗലോസ് പറയാണ്, നിങ്ങളെക്കാട്ടും ഒക്കെ പറയാൻ ധാരാളം കാര്യങ്ങൾ എനിക്കുണ്ട്. ഇതെന്തൊക്കെയാണ് പറയാനുള്ളത്? പൗലോസിന്റെ റെസ്യൂമെ താഴോട്ടുള്ള 2 വാക്യങ്ങളിൽ നമുക്ക് കാണാം. 3:5-6 പറയുന്നുണ്ട്. അവിടെ 6-7 പറയുന്നുണ്ട്. അവിടെ കാണുമ്പോൾ എന്തൊക്കെയാണ് അതിൽ നമുക്കറിയാം. എല്ലാം ഉണ്ട്. തൻ്റെ കുടുംബം, തൻ്റെ മതപരമായ കാര്യങ്ങൾ, തൻ്റെ പഠനം, അതായത് ജ്ഞാനം, ഇതെല്ലാം ശ്രേഷ്ഠനാണ്. അവിടെ ഉള്ള ആരെക്കാട്ടും ശ്രേഷ്ഠത പറയാൻ, ഇനി പുകഴാനാണെങ്കിൽ ഇവരെക്കാട്ടും എല്ലാം പുകഴാനുള്ള വ്യക്തിയാണ് ഈ പൗലോസ്. പക്ഷെ ആ പൗലോസ് പറയുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മാത്രം നമുക്ക് നോക്കാം. ന്യായപ്രമാണത്തെക്കുറിച്ച് താൻ പറയുന്നത് 6-ന്റെ അവസാനം ഒന്ന് വായിച്ചോളൂ. 3:6 അവസാനം. ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യം. അറിയാമല്ലോ അതിന്റെ അർത്ഥം? ഒരു കുറ്റവും പറയാൻ, ഇംഗ്ലീഷ് ക്ലിയർ ആണ്, ബ്ലെയിംലെസ്. ഒരു ബ്ലെയിമും പറയാനില്ലാത്ത വ്യക്തിയാണ് പൗലോസ്. ഒരു ന്യായപ്രമാണം, അതായത് അതുപോലെ അനുസരിക്കുന്ന വ്യക്തി. ഇതുപോലെ ഒരു വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മത്തായി 19-ാം അധ്യായം അതിന്റെ 16 മുതൽ ഒരു യൗവനക്കാരനെ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ ന്യായപ്രമാണം വളരെ അനുസരിച്ച് നടത്തുന്ന വ്യക്തി. സമയക്കുറവുകൊണ്ട് അതിന്റെ 2 വാക്യം മാത്രം ആൻറ്റി ഒന്ന് വായിക്കണം. 19-21-22 വായിച്ചോളൂ. അവനോടെന്ന് പറഞ്ഞാൽ ഈ യൗവനക്കാരനാണ്, വളരെ ധനികനാണ്. വായിച്ചോളൂ. അതെ, ഓക്കെ ആൻറ്റി. ഇവിടെ നമുക്ക് അതിലേക്ക് വരുമ്പോൾ അതിന് മുമ്പുള്ള വാക്യത്തിൽ കാണാം, ഈ വ്യക്തി, കർത്താവ് പറയുന്നു, ഈ സ്വർഗരാജ്യത്തിലൊക്കെ കടക്കാൻ എന്ത് ചെയ്യണം? നീ ന്യായപ്രമാണം അനുസരിക്കണം. അപ്പൊ അവന്റെ മറുപടി എന്താ അറിയാം? കർത്താവ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അനുസരിക്കേണ്ടത്, അതെല്ലാം അനുസരിക്കുന്ന വ്യക്തി. അതായത് അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയാം? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അതും അവൻ പറയുന്നത് ഞാൻ അനുസരിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ പല കാര്യങ്ങളുണ്ട്, അത് നമുക്കും പറ്റുമായിരിക്കും. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇത് നമുക്ക് കഴിയില്ല. കൂട്ടുകാരനെ നമ്മളെപ്പോലെ സ്നേഹിക്കുക. അപ്പം നമ്മളെക്കാട്ടും മിടുക്കനാണ്, അതായത് നമ്മളെക്കാട്ടും ശ്രേഷ്ഠനാണ് ആത്മീയതയിൽ. തികഞ്ഞ ആത്മീയനും ഒരു കുറ്റവും, ബ്ലെയിംലെസ് ആണ്. പൗലോസിനെ പോലെ ബ്ലെയിംലെസ്, ഒരു കുറ്റവും, അനന്യം, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനന്യം. പക്ഷെ
ഈ വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താണ്? കർത്താവ് അവനോട് പറയുന്നത്, ശരി, നീ എന്താ ചെയ്യേണ്ടത്? മുഴുവൻ വിറ്റിട്ട് ദരിദ്രന്മാർക്ക് കൊടുക്കുക. അവന്റെ പ്രതികരണം 22-ാം വാക്യം വായിച്ചോളൂ. എന്നാൽ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. ആ. പിന്നെ വന്ന് എന്നെ 22. യൗവനക്കാരൻ വളരെ Yes. സമ്പത്തുള്ളവനാകിയാൽ Yes. ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു. അവൻ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്ദ്യൻ ഒരു നിന്ദയും പറയാനില്ല അവനെക്കുറിച്ച്. പക്ഷെ നോക്കുക, കർത്താവ് അവനോട് പറയുന്നു, നീ നിനക്കുള്ളത് മുഴുവൻ വിറ്റിട്ട് ദരിദ്രന്മാർക്ക് കൊടുക്കുക. അവനത് കഴിഞ്ഞില്ല. അവൻ കാരണം വലിയ ധനികനായിരുന്നു. അവനത് കഴിഞ്ഞില്ല. എന്താണ് പ്രതികരണം? അവൻ ദുഃഖിച്ച് പോയി കളഞ്ഞു. അവിടെ കൊണ്ട് അവൻ നിർത്തി. ഇന്ന് അവനോട് ചോദിക്കുകയാണ്, അന്ന് നിന്റെ ജീവിതത്തിൽ നീ എടുത്ത ഏറ്റവും വലിയ റോങ് ഡിസിഷൻ എന്താണ്? അന്ന് ഞാൻ കർത്താവ് പറഞ്ഞത് ചെയ്യാതെ പൊക്കളഞ്ഞു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണം സംബന്ധിച്ച് അവൻ അനിന്ദ്യൻ. എന്നാൽ പൗലോസിനെ നോക്കുക. പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായിരുന്നു. പണമായിരിക്കാം, പദവിയായിരിക്കാം, ജ്ഞാനമായിരിക്കാം, ആത്മീയ തീക്ഷ്ണതയായിരിക്കാം, എന്തിനു വേണ്ടി ശുഷ്കാന്തി കാണിച്ചോ സകലതും ഞാൻ ചെയ്യണമെന്നുണ്ടെന്നു. സകലതും ഞാൻ ഐ കൗണ്ട് എവരിതിങ് ബട്ട് ലോസ്. നമ്മൾ ഇന്ന് രാവിലെ പാടിയ പാട്ട്, when I survey the wondrous cross on which the Prince of Glory died. ആ മഹത്വത്തിന്റെ രാജകുമാരനെ ഞാൻ ആ കാൽവരി ക്രൂശിൽ കാണുമ്പോൾ, പ്രിയപ്പെട്ട ഒരു പാട്ടുകാരൻ പറയുന്നത്, ഞാൻ എൻ്റെ പ്രൈഡ്, എൻ്റെ ഈ അഹങ്കാരം, അതിൻ്റെ പുറത്തെല്ലാം ഞാൻ കണ്ടക്ട്, ഞാൻ എൻ്റെ പുച്ഛം, എൻ്റെ അവജ്ഞ ഞാൻ അതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ്. കാരണം ഈ രാജകുമാരനെ ക്രൂശിൽ കാണുമ്പോൾ എനിക്ക് മറ്റൊന്നും ചെയ്യുവാനില്ല. അത് തന്നെയാണ് പൗലോസ് ചെയ്തത്. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത കണ്ടപ്പോൾ, ഇംഗ്ലീഷിൽ ചില ഭാഷാന്തരങ്ങളിൽ കാണുന്നത് എന്താണെന്ന് അറിയാം? ലോസ് എന്നുള്ളതിന് ഗാർബേജ് എന്നാണ് കാണുന്നത്. ഞാൻ എന്താണ് എഴുതുന്നതെന്ന് അറിയാം? ഐ കൗണ്ട് ഇറ്റ് ഗാർബേജ്. അതായത് വെറും കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന സാധനമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പദവിയും പ്രശസ്തിയും ഒക്കെ കർത്താവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ കാണുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ഈ പൗലോസ് ഇട്ട കുപ്പത്തൊട്ടിയിൽ ഇട്ട പ്രശസ്തിയും പദവിയും ഒക്കെ അതിൽ നിന്ന് പറക്കിയെടുത്ത് വീട്ടിൽ വെച്ചിട്ട് അതിനെ സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മൾ കഴിയുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ചിന്താ മണ്ഡലം എത്ര വികസിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മോശയുടെ ദൈവം, ഈ പൗലോസിന്റെ ദൈവം, അവരുടെയൊക്കെ നോക്കുക, കർത്താവിനെ കുറിച്ച് പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത കണ്ടപ്പോൾ മറ്റെല്ലാം ചപ്പന്നും ചവർന്നും എണ്ണുവാനുള്ള ഒരു മനസ്സ്. പ്രിയപ്പെട്ടവരെ, വരുന്ന നാളുകളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതേ പൗലോസ്, ഇങ്ങനെ ഇത്ര ശ്രേഷ്ഠതയോട് നടന്ന പൗലോസ്, നമ്മൾ ഇന്ന് അപ്പത്തിന് മുമ്പ് വായിച്ചു കേട്ട വാക്യം 1 കൊരിന്ത്യർ 11:23. അവിടെ പറയുന്നത് എന്താണ്? നോൽച്ചാൻ വായിച്ചതിനും തൊട്ട് മുമ്പ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക. കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചിട്ടാണ്, ഞാൻ ഏൽപ്പിച്ചു തരുന്നതല്ല, കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ തക്കോളമുള്ള ആത്മീയ ഒരു വലിയ ദർശനം ലഭിച്ചു. ദൈവത്തിന്റെ ഇടപെടൽ ജീവിതത്തിൽ അനുഭവിച്ച ഒരു പൗലോസ്, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ. പൗലോസ് ആരാകുമായിരുന്നു? വലിയൊരു മനുഷ്യനായി മാറുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ കർത്താവിനെ കണ്ടപ്പോൾ, കർത്താവിന്റെ പരിജ്ഞാനം എനിക്ക് കൂടുതലായി അറിയണമെന്ന് വെച്ചപ്പോൾ എല്ലാം ചപ്പും ചവറമെന്ന് എണ്ണിയ ഒരു പൗലോസ്. പ്രിയപ്പെട്ടവരെ, ഈ ജീർണത ബാധിച്ച ലോകത്ത് നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ കൂടുതലായി ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.